സോ അപ്പോൾ നമ്മൾ ഫിലിംസിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? ഇപ്പോൾ സ്കൂൾ ഡ്രാമാസിലും പിന്നെ ജ്യേഷ്ഠൻ നാടകത്തിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലൊരു നാടകത്തോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. അച്ഛൻ നെല്ലുപടി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അമ്മ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. 5 ആൺമക്കൾ ഏറ്റവും ഇളയാണ് ഞാൻ. അപ്പോൾ അച്ഛൻ വളരെ കലാസ്നേഹിയും സ്വന്തമായി നാടകങ്ങൾ പണ്ട് സംഗീത നാടകങ്ങൾ എഴുതുകയും കഥകളി എഴുതുകയും കഥകളി ആട്ടക്കഥ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുപ്പകാലം മുതലേ ഇതൊക്കെ പഠിച്ചു വളരണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടനാട്ടിലെ ആലപ്പുഴയിലാണ് നെടുമുടി എന്ന സ്ഥലം. അപ്പോൾ തകഴി, ചമ്പക്കുളം, കാവാലം, കൈനഗരി, ചേന്നങ്കരി, നെടുമുടി എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു ഗ്രാമത്തുരുത്തുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർക്ക് വന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് പലതരം ആശാന്മാരെ വീട്ടിൽ വരുത്തി അവർക്ക് ചെല്ലും ചിലവും കൊടുത്ത് ആഹാരവും കൊടുത്ത് താമസിപ്പിച്ചിട്ടാണ് മക്കളെയൊക്കെ അഭ്യസിപ്പിച്ചത്. മൃദംഗം, പാട്ട്, കഥകളി, സംഗീതം, അങ്ങനെയൊക്കെ പലതും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിന്നുപോയി. കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഓരോ ജോലിയിലായി, അങ്ങനെ പതുക്കെ അങ്ങ് പോയി. എങ്കിലും ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു കുട്ടിക്കാലമായിരുന്നു. പാട്ടും താളവും പിന്നെ അതല്ലെങ്കിൽ കളികൾ, ധാരാളം കളികൾ, നാടൻ കളികൾ, പിന്നെ ഒരുപാട് കൂട്ടുകാർ. അപ്പോൾ ഈ പെൺപിള്ളേരില്ലാത്ത വീടായതുകൊണ്ട് ആർക്കും എപ്പോഴും വന്ന് കയറാവുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. ചുറ്റുവട്ടത്തുള്ളവരെല്ലാം വരും. അങ്ങനെ പൊതുവേ വളരെ രസകരമായൊരു ബാല്യകാലമായിരുന്നു. ഇന്നത്തെ കാലത്ത് കഥകളിയിൽ നിന്ന് പിന്നെ നാടകത്തിലേക്ക് അപ്പോൾ എങ്ങനെയാണ് നാടകത്തിലേക്ക് പിന്നെ സീരിയസ് ആയിട്ട് തുടങ്ങിയത്? അത് നാടകം നമ്മൾ കുട്ടിക്കാലത്തെ കളിക്കുമായിരുന്നു. ഇപ്പം അവധിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ സമ്മർ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി നാടകം കളിക്കും. അതിന് പ്രത്യേകിച്ച് നാടക ഗ്രന്ഥമൊന്നുമില്ല. നമ്മൾ തന്നെ അപ്പം ഉണ്ടാക്കുന്ന നാടകങ്ങൾ ഇൻസ്റ്റൻറ്റ് പ്ലേ ആണ്. അപ്പോൾ അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തെ. കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ വായനശാല, വാർഷികം, ഉത്സവം വരുമ്പോൾ ഒക്കെ നമ്മൾ തന്നെ പുസ്തകം നാടകം എടുത്തിട്ട് കളിക്കുക. അപ്പം നാടകം കളിക്കുക എന്ന് പറയുന്നത് ആർക്കും എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണെന്നൊരു തോന്നലായിരുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. പിന്നീട് കാവാലം നാരായണപ്പണിക്കരുടെ നാടക സംഘത്തിൽ വന്നതിന് ശേഷമാണ് നാടകം ഗൗരവമുള്ള കലയാണെന്നും അഭിനയം വളരെയേറെ ഗൗരവമുള്ള കലാരൂപമാണെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ അഭിനയത്തിൻ്റെ ഒരു സാധ്യതകളെ പറ്റി നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ്. ആലപ്പുഴയാണ് കാവാലത്തിൻ്റെ തുടക്കം. അതിനുമുമ്പ് തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ആലപ്പുഴ ST കോളേജിലാണ് പഠിച്ചത്. ഫാസിൽ, നമ്മുടെ ഇപ്പോഴത്തെ ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ, ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരുപാട് നാടകങ്ങൾ കളിക്കുകയും പിന്നെ ഹാസ്യരസപ്രധാനമായിട്ടുള്ള മിമിക്രി, ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ വിളിക്കുന്നതിൻ്റെ വളരെ പ്രാഗ്രൂപം, അതിൻ്റെ പഴയ രൂപം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് കാവാലത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം നാടകവേദി ക്ഷണിക്കുന്നതും പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയപ്പോൾ ഞങ്ങളും ഒപ്പം അതിന് കൂടെ വന്നു. അങ്ങനെ തിരുവനന്തപുരത്തായി പിന്നുള്ള വാസം. എങ്ങനെയാണ് കോളേജിലെ പഠനശേഷമാണ് അപ്പോൾ ഒരു പത്രപ്രവർത്തകനായിട്ട്? അത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നാടകം കൊണ്ട് നമുക്ക് വലിയ വരുമാനമൊന്നും, പ്രൊഫഷണൽ നാടകമൊന്നുമല്ലല്ലോ. ആണല്ലോ, വല്ലപ്പോഴും നാടകം ഉണ്ടാവും, അങ്ങനെയുള്ളൂ. അപ്പോൾ ഒരു ജോലി വേണം എന്നുള്ളതുകൊണ്ട് അവരെല്ലാം പറഞ്ഞിട്ട് ഈ കലാകൗമുദിയിലൊരു കറസ്പോണ്ടൻറ്റിൻ്റെ ജോലി ശരിയാക്കി തന്നു. ഒരു 3-4 വർഷം ഞാൻ അങ്ങനെ ആ ജോലി തുടർന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. 2 ജോലിയായിരുന്നു എനിക്ക് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് അന്ന് അധ്യാപനവും ഒന്ന് പത്രപ്രവർത്തനവുമാണ്. ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നു കുറേ കാലം. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു, കാരണം പ്രത്യേകിച്ചും അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ അധ്യാപകന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതും കൊണ്ടുകൂടിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു.